ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മോwnjathizz ഗാലറി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഗീ റോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ അടിപൊളി ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കണം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 1 hour അങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി, ഒരു 10-15 വറ്റൽ മുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്ത് കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി, ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അരച്ചെടുത്ത് നമുക്കിനി മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ നെയ്യ് പാനിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കനൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ നന്നായിക്കൊന്ന് സെർവ് ചെയ്ത് മാറ്റി വെക്കാം. ഇതേപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇനി സെയിം പാനിലേക്ക് തന്നെ നേരത്തെ ചിക്കൻ്റെ ആ സോക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്നൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ സോക്കൊന്ന് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ പാൻ അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ സോക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ഗീ റോസ്റ്റ്, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈനലി നമുക്കിത് കറിവേപ്പിലയും മല്ലിയിലയും ഒന്നിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.